ഈ വേദിയിൽ ഇനി മത്സരിക്കാൻ എത്തുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നെത്തുന്ന ഷാനിദയാണ്. എൻ്റെ പേര് ഷാനിദ. ഞാനിവിടെ തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞത്. എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഞാനും എൻ്റെ 2 കുട്ടികളും ഭർത്താവുമാണ്. ഒരു സർക്കാർ ജോലി കിട്ടുന്നതിന് വേണ്ടിയുള്ള മത്സര പരീക്ഷകളും മറ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒപ്പം വിദൂര വിദ്യാഭ്യാസം വഴി ഡിഗ്രി ചെയ്യുന്നുണ്ട്. എൻ്റെ വലിയ ആഗ്രഹമാണ് സിവിൽ സർവീസ് എക്സാം എഴുതണമെന്നും അത് നേടിയെടുക്കണമെന്നാണ് എൻ്റെ വലിയൊരു ആഗ്രഹം. ഈ മത്സരത്തിലൊരു ജയം ഉണ്ടായാലും പരാജയം ഉണ്ടായാലും ഞാനത് വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കും. കാരണം ഇങ്ങനൊരു വേദിയിൽ മത്സരിക്കാൻ കിട്ടുന്ന അവസരം വളരെ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഷാനിദ, കടന്നു വരാം അശ്വമേധത്തിലേക്ക്. ഷാനിദ, സുഖം? സുഖം. ഈ കസേരയിൽ ഇരിക്കാൻ ആഗ്രഹമുണ്ട്? ഉണ്ട്. ഷാനിദ എന്ത് ചെയ്യുന്നു? ഞാൻ +2 വരെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ഞാൻ പോളിടെക്നിക്കിലായിരുന്നു. പക്ഷേ കല്യാണവും കഴിഞ്ഞപ്പോഴത്തേക്കും പഠിത്തം ഉപേക്ഷിച്ചു. പിന്നെ കുറച്ച് നാളൊന്നും ചെയ്യാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ പിന്നെ ഒരു വർഷമായിട്ട് PSC ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് PSC കോച്ചിങ്ങിന് പഠിക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ വിദൂര വിദ്യാഭ്യാസം ഡിഗ്രി ചെയ്യുന്നുണ്ട്. ഏതാ ഡിഗ്രി? വിദൂര വിദ്യാഭ്യാസത്തിൽ ഇപ്പം കൊടുത്തിട്ടേ ഉള്ളൂ. പൊളിറ്റിക്കൽ സയൻസ്. പാട്ട് പാടുമല്ലേ? ഇല്ല. കള്ളം പറയരുത്. 2 വരി ഒരു മാപ്പിളപ്പാട്ട്? ഇല്ല, പാട്ട് പാടത്തില്ല. പാട്ട് പാടില്ല. ശരി. പിന്നെ അശ്വമേധം കാണാറുണ്ടായിരുന്നോ പണ്ട്? ഇഷ്ടമായിരുന്നു? ഇഷ്ടമായിരുന്നു. ഇപ്പോ വീണ്ടും നിങ്ങളുടെ ഇഷ്ടത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നു ഈ വൈജ്ഞാനിക യാത്ര. ഈ കസേരയിൽ ഇരിക്കാനും ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ് ഷാനിദ ഈ കസേരയിൽ ഇരിക്കാൻ. പക്ഷെ അതിനു മുൻപ് ഒരു കടമ്പ പൂർത്തിയാക്കിയല്ലേ പറ്റൂ, അല്ലേ? യാഗഭൂമിയിലേക്ക് ഷാനിദയ്ക്ക് സ്വാഗതം. ഓർമ്മകളുടെ തിരിച്ചുവരവിൽ ഇനി യാഗം. ഷാനിദ, യാഗം ആദ്യ റൗണ്ട്, ആദ്യത്തെ വിജ്ഞാന ഗോളം. എന്താണ്? കായിക രംഗം. ഷാനിദ, ഞാൻ പറയുന്ന വാചകം ശരിയോ തെറ്റോ എന്ന് മാത്രം ഷാനിദ പറഞ്ഞു. ഒരുപക്ഷെ ഒരു ഭാരതീയനായ അല്ലെങ്കിൽ ഭാരതീയയായ മത്സരാർത്ഥിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ വാചകം. ഭാരതം ആദ്യമായി ക്രിക്കറ്റിൽ ലോകകപ്പ് നേടുന്നത് 1983-ലാണ്. ഞാൻ പറഞ്ഞ വാചകം ശരിയോ തെറ്റോ? ശരിയാണ്. ശരിയാണ് എന്ന ഷാനിദയുടെ ഉത്തരം ശരിയാണ്. മിർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപയുടെ ക്യാഷ് അവാർഡ് ഷാനിദയ്ക്ക്. 2ാം വിജ്ഞാന ഗോൾ. കവിത. എവിടെയും ഒരു വിതയുണ്ടാകും, വിത്തും ഉണ്ടാകും. ഷാനിദയോട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയായ ഉത്തരം ഷാനിദ കണ്ടെത്തുക. കന്നിക്കൊയ്ത്തും മകരക്കൊയ്ത്തും ഒക്കെ എഴുതിയ മലയാളത്തിന്റെ കാച്ചിക്കുറുക്കിയ കവി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? 2 ഉത്തരങ്ങൾ, അതിൽ ശരി ഉത്തരം കണ്ടെത്തുക. 1 ജി ശങ്കരക്കുറുപ്പ്, 2 വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കേട്ടില്ല? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഉറപ്പാണ്? അതിൽ ടെൻഷനൊന്നുമില്ല. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ശരിയായ ഉത്തരം. You have won ₹2,500 from Mir Realtors. ഇനി 3ാം സ്ഫടിക ഗോളം. റഷ്യ. അതൊരു പുതിയ വിഷയമാണ്. റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയ്ക്ക് ആ പേര് കിട്ടാൻ കാരണം എന്താണ്? 1ാമത്തെ ചോയ്സ് മസ്കോവിയ നദി, 2 മോസ്കോ എന്ന പേരുള്ള പർവ്വതം, 3 മോസ്കോ എന്ന ദേവാലയം. മസ്കോവിയ എന്ന നദി എന്നാണ് ഉത്തരം. ഷാനിദ പറഞ്ഞ ഉത്തരം തെറ്റല്ല. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് won ₹5,000 from Mir Realtors. ഇനി ഒരൊറ്റ കടമ്പ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോട്ട് സീറ്റിലിരിക്കാം, അശ്വമേധം കളിക്കാം. അതിന് ഒരു കാഴ്ച കടമ്പ താണ്ടേണ്ടിയിരിക്കും.
ലെറ്റ്സ് ഹാവ് എ വിഷ്വൽ. ഷാനിദ, 4 പേരുടെ ചിത്രങ്ങൾ. ബ്രയൻ ലാറ എന്ന ബാറ്റ്സ്മാൻ ആണ്, എന്ന കളിക്കാരൻ, ലോകപ്രശസ്ത കളിക്കാരന്റെ ചിത്രമാണ് ഏറ്റവും മുകളിൽ കാണുന്നത്, ഇടതുവശം. തൊട്ട് വലതുവശത്ത് നിൽക്കുന്നത് ആരാണെന്നറിയാലോ? ക്യാൻസറിനെ പോലും തോൽപ്പിച്ച ഉറക്കെ യുവരാജ് സിംഗ്. അതിന് താഴെയുള്ളത് ആരാണ്? സൗരവ് ഗാംഗുലി. അതൊക്കെ അറിയാം. ഇടതുവശത്തുള്ളത് ഏറ്റവും താഴെ നിൽക്കുന്ന ആരാണ്? കരടി, ധ്രുവക്കരടി, പോളാർ ബെയർ. കരടിയാണ്, വെളുത്ത കരടിയല്ലേ, ധ്രുവക്കരടി. ബ്രയൻ ലാറ, യുവരാജ് സിംഗ്, സൗരവ് ഗാംഗുലി, ധ്രുവക്കരടി. എന്താ 4 പേരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പൊതുവായ കാര്യം? വാട്ട് ഈസ് കോമൺ ബിറ്റ്വീൻ ബ്രയൻ ലാറ, സൗരവ് ഗാംഗുലി, യുവരാജ് സിംഗ് ആൻഡ് പോളാർ ബെയർ? ചിത്രം കണ്ടു കഴിഞ്ഞല്ലോ. ഈ 4 പേർക്കും തമ്മിലുള്ള, ബ്രയൻ ലാറയ്ക്കും യുവരാജ് സിംഗിനും സൗരവ് ഗാംഗുലിക്കും പോളാർ ബെയറിനും തമ്മിൽ എന്താണ് പൊതുവായുള്ളത്? വാട്ട് മേക്സ് ദം കോമൺ? വാട്ട് ഈസ് ദ കോമൺ ഫാക്ടർ ബിറ്റ്വീൻ ദം? സോറി സാർ, എനിക്കറിയില്ല. അറിയില്ല. സൂചന വേണം. അതൊന്നും അവരുടെ തലയുമായോ കാലുമായോ ബന്ധപ്പെട്ടല്ല. ഷാനിദയുടെ സമയം അവസാനിക്കുകയാണ്. അറിയില്ല. ദൗർഭാഗ്യകരമായി ഈ മത്സരത്തിൽ നിന്നും ഷാനിദ പുറത്താകും. ബാഡ് ലക്ക്. പുറത്താകുന്നതിലൊന്നും വിഷയമൊന്നുമില്ല. വരൂ ഷാനിദ. ഒരു പുതിയ അറിവ് നേടിക്കൊണ്ടല്ലേ മത്സരത്തിൽ നിന്ന് പുറത്തു പോകുന്നത്, അല്ലേ? ഷാനിദ, സൗരവ് ഗാംഗുലി ബാറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയാണ്. അങ്ങനെ ബാറ്റ് ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന് ഇങ്ങനെ ബാറ്റ് ചെയ്യാൻ. ബ്രയൻ ലാറയ്ക്കും ഇങ്ങനെ പറ്റില്ല, ഇങ്ങനെയേ. യുവരാജ് സിംഗിനും അതെ. ഷാനിദയും ഒരു പോളാർ ബെയറും മുഖാമുഖം നിന്നാൽ ഷാനിദയുടെ ഈ കവിളിലെ ആ പോളാർ ബെയറിന് തല്ലാനോ തലോടാനോ കഴിയും. കാരണം സൗരവ് ഗാംഗുലിയെ പോലെ, ബ്രയൻ ലാറയെ പോലെ, യുവരാജ് സിംഗിനെ പോലെ ലോകത്തിലെ എല്ലാ ധ്രുവക്കരടികളും ഇടംകയ്യന്മാരാണ്. The commonness between Brian Lara, Saurav Ganguly, Yuvraj Singh and all the polar bears in the world, എല്ലാ ധ്രുവക്കരടികളും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. ഇടം കയ്യന്മാരാണ് എല്ലാ ധ്രുവക്കരടികളും ഇവരെ പോലെ. വരൂ നിമി. ഷാനിദ, ഇത് ഷാനിദയ്ക്ക് ഞങ്ങളുടെ സ്നേഹോപഹാരം. ഇത് വഴിയിൽ കാലിടറി വീണെങ്കിലും ഷാനിദയ്ക്ക് ഒരു സാന്ത്വന സമ്മാനം മിർ റിയൽറ്റേഴ്സിന്റെ ക്യാഷമാണ്. ലോകത്തിലെ എല്ലാ ധ്രുവക്കരടികളും ഇടം കയ്യന്മാരാണ്. അതാണ് ആ കോമൺ. ചിലർക്കെങ്കിലും ഒരു പുതിയ ഇൻഫർമേഷൻ ആയിക്കോട്ടെ.